പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും പ്രതികരണത്തിലുമുള്ള ചേഞ്ച് അത് നിങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. ആ ഫുഡ് നിങ്ങളുടെ ടേബിളിന് മുന്നിലെത്താൻ അരമണിക്കൂറോളം നിങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നു. ഈ ഒരു സമയത്ത് വെയിറ്ററിൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് വിളമ്പാനുള്ള ഗ്രേവി കൈ തട്ടിമറിയുന്നു. ഇവിടെ സ്വാഭാവികമായും നമുക്ക് വളരെയധികം ദേഷ്യം വരുമെന്ന് മാത്രമല്ല, ആ വെയിറ്ററിനോട് നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നു, അല്ലേ? സുഹൃത്തെ, ഈ ഒരു സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായേക്കാവുന്ന ഒരു കോൺസിക്വൻസസ് ഓർത്ത് നോക്കുക. അതായത്, ആ വെയിറ്ററിന് അത്രയും ആളുകളുടെ മുന്നിൽ നാണക്കേട് കാരണം തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നു. ഉള്ളിൽ ദേഷ്യവും സങ്കടവും വരുന്നു. അതുപോലെ അത് അദ്ദേഹത്തിൻ്റെ ജോലിയെ സാരമായി ബാധിക്കുന്നു. അവരുടെ ആ ഒരു ദിവസം മുഴുവൻ ഇതോർത്ത് പാഴായി പോവുകയാണ്. അവരുടെ ജീവിതത്തെ ഇത് സാരമായ രീതിയിൽ തന്നെ ബാധിക്കുന്നു. ഇനി ദേഷ്യപ്പെട്ടയാൾക്കും ഇതേപോലെ തന്നെ നെഗറ്റീവ് കാര്യങ്ങളാണ് സംഭവിക്കുക. ഉദാഹരണത്തിന്, അവരൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാവാതെ വളരെ ദേഷ്യത്തോടെ ആ ദിവസം മുഴുവൻ അതും ആലോചിച്ച് ആ ഒരു ദിവസത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ ദിവസം അദ്ദേഹം പാഴാക്കി കളയും. ഇങ്ങനെ പ്രതികരിക്കുന്നതിനാൽ ഇത് നമ്മുടെ ആരോഗ്യത്തെ പോലും സാരമായ രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ്. ഇനി ഇങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് നേട്ടം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു ഗുണവും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മുടെ ടൈം, എഫേർട്ട്, എനർജി ഇതൊക്കെ പാഴായി പോകുമെന്ന് മാത്രം. ഇതൊരു ഉദാഹരണം മാത്രമാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും രണ്ട് രീതിയിൽ അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ മൈൻഡ് സെറ്റ് രണ്ട് രീതിയിലാണ്. PMA, അതായത് പോസിറ്റീവ് മൈൻഡ് സെറ്റ്, അതുപോലെ തന്നെ NMA, നെഗറ്റീവ് മൈൻഡ് സെറ്റ്. ഈ രണ്ട് തരം മൈൻഡ് സെറ്റാണ് നമുക്കുണ്ടാവുക. ഈ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ മാറ്റിയിട്ട് അതിനു പകരം പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ആറ്റിറ്റ്യൂഡിലും പ്രതികരണത്തിലും നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. വെയിറ്ററിൻ്റെ കയ്യിൽ നിന്ന് ഗ്രേവി വീണ സമയത്ത് അദ്ദേഹത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്കത് വളരെ വലിയ ഒരു കാര്യമായിരിക്കും. അവരോട് ചൂടാകുന്നതിന് പകരം ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അവർക്ക് നിങ്ങളെ നല്ല രീതിയിൽ ഓർത്തു വെക്കാൻ കാരണമാകും. ഇങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ ഉള്ളിൽ ഇടം പിടിക്കേണ്ടത്. സോ ഇന്നു മുതൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ഇതിലൊന്ന് ചെറുതായി മാറ്റം വരുത്താമെന്ന് തീരുമാനിക്കുക. അതിനുവേണ്ടി പ്രവർത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.